ഇപ്പോൾ വരുന്നൊരു വാർത്ത. തൃശ്ശൂരിലാണ് സംഭവം. മാള വൈന്തലയിൽ മുളകുപൊടി എറിഞ്ഞ് അംഗൻവാടി അധ്യാപികയുടെ മാല പൊട്ടിച്ചു. 3 പേരെ പിടികൂടിയിരിക്കുന്നു. അധ്യാപിക മോളി ജോർജിന്റെ പരിചയക്കാരിയായ യുവതിയും വിദ്യാർത്ഥികളുമായ 2 പേരുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ജെയ്സൺ ചാവളപ്പിലുണ്ട്. ജെയ്സൺ ചാവളപ്പിൽ, പരിചയക്കാരാണോ ഈ ടീച്ചറുടെ മാല മോഷ്ടിച്ചത്? അതാണ് അരുൺകുമാർ ഏറെ ആശങ്കപ്പെടുത്തുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതും. പരിചയക്കാരിയായ യുവതി നിൽക്കുന്നത് കണ്ടിട്ടാണ് ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ പ്രതികളിലേക്ക് എത്തുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈന്തല സ്വദേശിയാണ് വെണ്ണൂർ പ്രതിഭാ സെന്റർ സ്വദേശി നെല്ലിശ്ശേരി മോളി ജോർജിന്റെ മാലയാണ് പൊട്ടിക്കുന്നത്. ഇവർ അംഗൻവാടിയിൽ നിന്ന് നടന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. വൈന്തല പാടത്തിന് സമീപം എത്തുമ്പോൾ സമീപത്ത് ഇവർക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി, ഒരു യുവതിയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു 2 യുവാക്കൾ നിൽക്കുന്നുണ്ട്. ഇവർ അങ്ങോട്ട് കടന്നു പോകുമ്പോഴേക്കും ബൈക്കിൽ ഇവരെ പിന്തുടരുന്നു. 3 പവന്റെ മാല പൊട്ടിക്കുന്നു. അപ്പോൾ തന്നെ മുളക് പൊടി എറിഞ്ഞിട്ടാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ തന്നെ നാട്ടുകാർ ഇവരെ ലഹള കൂട്ടിയപ്പോൾ നാട്ടുകാരൊക്കെ ഓടി വന്ന് ഇവരുടെ മുഖത്ത് പാലൊക്കെ ഒഴിച്ച മുളക് പൊടിയും കളഞ്ഞ് പിന്നീട് പോലീസിൽ പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുക്കുമ്പോൾ ലഭിച്ച സൂചനയാണ് പ്രധാനമായും പ്രതികളെ എത്രയും പെട്ടെന്ന് പിടിക്കാനിടയാക്കിയത്. അതിലൊന്ന് പ്രായപൂർത്തിയാകാത്ത ഒരു യുവാവ് കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഇവർക്കറിയാവുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ പേര് വെച്ച് പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് എത്രയും പെട്ടെന്ന് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അവരെ പിടിക്കുന്നത്. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർ ലഹരി ഉപയോഗത്തിനാണ് ഈ മാല മോഷണം നടത്തിയതെന്നാണ് ഇവർ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ്. വളരെ പ്രധാനപ്പെട്ട 2-3 ഒന്ന്, ഒരു പരിചയക്കാരിയെ ആക്രമിച്ച് മാല പൊട്ടിക്കുന്ന മറ്റൊരു സ്ത്രീ, അതിനുമപ്പുറത്ത് മറ്റൊരാൾ പ്രായപൂർത്തിയാകാത്ത ഒരാൾ, അതിനുമപ്പുറത്ത് ലഹരി ഉപയോഗത്തിനാണ് ഈ മോഷണം ഈ കവർച്ച നടത്തിയതെന്ന വെളിപ്പെടുത്തൽ. ഇതും എല്ലാം കൊണ്ടും ഈ സംഭവം എല്ലാവരും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പരിചയമുള്ള ഒരാളെ എങ്ങനെയാണ് അവരുടെ മാല പൊട്ടിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം നടക്കുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇവർ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള മറ്റേ 2 ആൺകുട്ടികളായിരുന്നോ? അതെ. ഒരു സ്ത്രീയും 2 ആൺകുട്ടികളായിരുന്നു. അതിലൊരാൾ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. ഇതൊരു മുൻകാലങ്ങളിൽ ഇവർ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത ആളുകൾ കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. മാത്രവുമല്ല, പരിചയക്കാരിയെ ആക്രമിച്ചു എന്നത് അതിനേക്കാളേറെ അപകടവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജെയ്സൺ, 9 മണി കഴിഞ്ഞ് 41 മിനിറ്റായി. ജെയ്സൺ പറഞ്ഞതുപോലെ പരിചയക്കാരൊക്കെ ആയിരിക്കും ഇതേപോലെ സ്വർണ്ണമോഷണത്തിന് വരിക. സ്വർണ്ണത്തിനാണെങ്കിൽ വില എങ്ങനെ കയറി നിൽക്കുകയാണ്. അപ്പം മോഷിച്ചുകൊണ്ട് പോകാൻ വരും. അതും പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ കൂടിയാണ് ഈ കൃത്യത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ സ്ത്രീ എന്നുള്ളതാണ്. എന്തൊരു സ്ത്രീയാണ് അപ്പോൾ അവർ.